പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം സംസാരിപ്പാൻ സ്വർഗത്തിലെ സകലകലാവല്ലഭനും പിതാവിൻ്റെ ശ്രീമന്ത പുത്രന ദൈവം തന്ന അധികാരത്തെ ഓർത്തും അനുഗ്രഹത്തെ ഓർത്തും എൻ്റെ ദൈവത്തിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഒപ്പം ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾക്ക് ദൈവനാമത്തിൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ സമയം മുഴുവനും ഒരുപക്ഷെ ദൈവത്തോടുള്ള കൂട്ടായ്മയെക്കുറിച്ച് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് കാണാനിടയാകുന്നവരായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ കൃപ, നിങ്ങളുടെ മാറ്റമില്ലാത്ത ദൈവസ്നേഹത്തിൽ നിങ്ങളെ നയിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. തീർച്ചയായും നിങ്ങൾ അറിയുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം ദൈവകൃപയിലൂടെ നിങ്ങളെ നയിക്കുവാൻ പോവുകയാണ്. എൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ സന്ദേശം ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിങ്ങളെയും പരിശുദ്ധാത്മാവ് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട് എ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥനയോടെ ക്ഷണിക്കുകയാണ്. അല്പസമയം നമുക്ക് വേദപുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലൂടെ എത്തിച്ചേർന്നവരെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അബ്രഹാം ദൈവത്തോടു കൂടെ ആയിരുന്നു, അല്ലെ അബ്രഹാം ദൈവത്തിൻ്റെ കൂട്ടായ്മയിലൂടെ ആയിരുന്നു. അല്പം നമുക്ക് ചിന്തിക്കുന്ന പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വേദപുസ്തകം നമുക്ക് അല്പമായി ചിന്തിക്കുവാനായിട്ട് എബ്രായർക്ക് ലേഖനം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള ഭാഗം നമുക്ക് വായിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു, എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ എബ്രായരുടെ ലേഖനം നമുക്ക് ഏവർക്കും സുപരിതമാണ്. പക്ഷെ അതിലുപരിയായി 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ തന്നെ വിശ്വാസം എന്നതും ആശിക്കിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. വിശ്വാസം എന്നതോ ആശിക്കിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ആശിക്കിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമായി പ്രവർത്തിച്ച വിശ്വസിച്ചതായ വിശ്വാസ വീരന്മാരുടെ വലിയൊരു പട്ടികയാണ് എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. പക്ഷേ ആധികാരികമായി ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ധാരാളം പേരുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ ശലോമോന്റെ പേര് ഈ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ കാണുവാനില്ല. എന്നാൽ വേശ്യാസ്ത്രീയ രേഖബ് എന്നവളുടെ പേരുണ്ട്. വേശ്യാപുത്രനായ ഇത്താവിൻ്റെ പേര് ആ വിശ്വാസ വീരന്മാരുടെ പേരുകൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ജ്ഞാനികളും ജ്ഞാനിയായ, ലോകം അറിഞ്ഞതായ, ലോകത്തിൽ ഏറ്റവും വലിയ ജ്ഞാനിയായ ശലോമോന്റെ പേര് അവിടെ കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. എൻ്റെ വിഷയത്തിൽ ഞാൻ കടന്നു പോകട്ടെ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ അവൻ പുറപ്പെട്ടു. അബ്രഹാമിനെ വിളിക്കുന്നതായ ഈ അവസരത്തിൽ അവൻ അനുസരണയോടെ ഇറങ്ങി ദൈവത്തിൻ്റെ പിന്നാലെ അവൻ യാത്രയായി എന്നാണ് ഈ ഭാഗം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത്, ദൈവത്തോടൊപ്പം കൂട്ടായ്മ ആചരിക്കുമ്പോൾ ദൈവം വിളിക്കുന്ന ആ സമയത്ത് അനുസരണയോടെ ഇറങ്ങി പുറപ്പെട്ടു എന്നാണ് അബ്രഹാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആര് വിളിക്കുന്നു, എവിടേക്ക് പോകുന്നു, എങ്ങോട്ടാണ് യാത്ര എന്ന് ചോദ്യം ചെയ്യാതെ അനുസരണയോടെ ദൈവത്തോടൊപ്പം യാത്ര ചെയ്തു. അബ്രഹാം മാത്രമല്ല, അബ്രഹാമിൻ്റെ ഭാര്യയും. അപ്പോൾ അബ്രഹാമിൻ്റെ കുടുംബം മുഴുവനും ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ സ്തോത്രം
ദൈവത്തെ ആരാധിപ്പാൻ അനുസരണയോടെ ഇറങ്ങി തിരിച്ചു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, സഹോദര സഹോദരി, ഒരുപക്ഷെ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലാണ് കർത്താവായ യേശുവിനെ അംഗീകരിച്ച ഒരു വ്യക്തിയായിരിക്കാം. സ്തോത്രം. നിൻ്റെ ജീവിതത്തിൽ നാളിതുവരെ വിശ്വാസത്താലുള്ള അത്ഭുതങ്ങൾ കാണുവാൻ കഴിയാത്തതിന് കാരണം ഒരുപക്ഷെ അനുസരണയുടെ ഏറ്റക്കുറച്ചിൽ കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ അനുസരിക്കുവാനുള്ളതായ മനസ്സ് നീ പൂർണ്ണമായി സമർപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം. എന്നാൽ ഈ സമയം നീ ഓർക്കുക, അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ദൈവത്താൽ അവൻ വിളിക്കപ്പെട്ടവനായിരിക്കെ കൊണ്ടും ദൈവത്തോടൊപ്പം അവൻ കൂട്ടായ്മ ആചരിച്ചത് കൊണ്ടും ഒരു വിശ്വാസത്താൽ നിങ്ങൾക്കും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്തോത്രം, മടിക്കേണ്ട ഒരു ആവശ്യമില്ല. അനുസരിക്കുക മാത്രം നിങ്ങൾ ചെയ്യുക. അബ്രഹാം അനുസരിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന്, സ്തോത്രം, നമുക്ക് പിന്നത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് അബ്രഹാം ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ആരംഭിച്ചത് അനുസരണയായിരുന്നു. വീണ്ടും നമ്മൾ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അനുസരിച്ച് ഇറങ്ങി തിരിച്ചതിനു ശേഷം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവൻ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി വിശ്വാസത്താൽ കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കൂടാരങ്ങളിൽ പാർത്തു. അബ്രഹാമിനെ കുറിച്ചറിയാം. അബ്രഹാം വലിയ ധനാഢ്യനായ മനുഷ്യനായിരുന്നു. അബ്രഹാമിൻ്റെ ഭാര്യ സൗന്ദര്യമുള്ള, ആ അന്നത്തെ കാലങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു രാജകുമാരി അല്ലെങ്കിൽ ഒരു രാജകുടുംബത്തിൽ ജനിച്ചതായൊരു വ്യക്തിയാണ്. അബ്രഹാമിനോടൊപ്പമായിരുന്നു. അബ്രഹാമിനെ യജമാവനെ വിളിച്ചുകൊണ്ട് യാത്രയായി. അബ്രഹാം അതിലുപരിയായി ദൈവത്തെ മാനിച്ചു, ദൈവത്തെ വിലകൽപ്പിച്ചു. അലപ്പുറമായ വിശ്വാസത്താൽ ദൈവത്തോടൊപ്പം കൂടിച്ചേർന്ന ഈ മനുഷ്യൻ ദൈവത്തെ യഥാർത്ഥമായി അംഗീകരിച്ചു, ആരാധിച്ചു, കൂട്ടായ്മ ആചരിച്ചു എന്നാണ് പറയുന്നത്. അവിടെ വായിക്കുമ്പോൾ ഈ വലിയ ധനാഢ്യനായ മനുഷ്യൻ രാജകുമാരിയായ ആ സൗന്ദര്യമുള്ള തൻ്റെ ഭാര്യയായ സാറയുമായി ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വേളകളിൽ അവർ കൂടാരങ്ങളിൽ പാർത്തു. വലിയ വീടുകളിലോ വലിയ കൊട്ടാരങ്ങളിലോ ഒന്നുമല്ല അവർ താമസിപ്പിന്നെയോ, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അത് ദൈവം ശില്പിയായി നിർമ്മിച്ചതുമായ അടിസ്ഥാനമുള്ള ഒരു നഗരത്തിനായി, സ്തോത്രം, വിശ്വാസ കണ്ണുകളാൽ അവർ കാത്തിരുന്നു, ദൈവത്തെ ആരാധിച്ച് കൂട്ടായ്മ ആചരിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്തൊരു അത്ഭുതകരമായ കാര്യമാണ്, അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. പ്രൈസ് ദി ലോർഡ്. അവിടെ കൂടാരം അടിക്കുന്നു. ശേഷം ദൈവനാമത്തെ പ്രകീർത്തിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ ആ യാഗപീഠം അവിടെ പണിയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്നു പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത്. സ്നേഹിത, ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൂട്ടായ്മ ആചരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമത്തെ കാര്യം അനുസരണയാണ്. രണ്ടാമത്, നീ എവിടെയാണോ പാർക്കുവാൻ ആഗ്രഹിക്കുന്നത് അവിടെ ദൈവത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയുടെ യാഗപീഠം നീ പണിതിരിക്കണം. സ്തോത്രം. കഴിഞ്ഞ ചില സമയങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ പറഞ്ഞിരുന്നു, യാഗപീഠം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ്.
നീ ആയിരിക്കുന്ന ഭവനത്തിൽ, നീ ആയിരിക്കുന്ന ജീവിതത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ മാത്രമേ നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമുക്ക് ഉണ്ണുവാനുണ്ട്, ഉടുക്കുവാനുണ്ട്, സകലവിധമായ സൗഭാഗ്യങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ഇതെല്ലാം നടത്തുന്നത് എൻ്റെ യുക്തിയോ നിങ്ങളുടെ യുക്തിയോ നിങ്ങളുടെ ആരോഗ്യമോ എൻ്റെ ആരോഗ്യം ഒന്നുമല്ല. പകരം ദൈവത്തിൻ്റെ അപാരമായ ശക്തിയാലാണ് ഞാൻ നിങ്ങളും ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ ദൈവത്തിന് നന്ദി പറയുവാൻ ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടുവെങ്കിൽ 24 മിനിറ്റെങ്കിലും നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അതിനായിട്ട് നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ഭവനത്തിൽ ഒരു യാഗപീഠം തീർച്ചയായും നീ പണിതിരിക്കണം. അത് മറന്നു പോകരുത്. കാരണം ദൈവമാണ് നിന്നെ വിളിച്ചിറക്കിയിരിക്കുന്നത്, ദൈവമാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അബ്രഹാമിനെ വിളിച്ചു, അവൻ അനുസരിച്ചു, അത് കേട്ടവൻ യാത്രയായി. സ്തോത്രം. എവിടെയെല്ലാം താമസിക്കുമോ, എവിടെല്ലാം കൂടാരമടിക്കുമോ, ആ കൂടാരത്തിൽ ഒരു യാഗപീഠം പണിയുവാൻ സ്തോത്രം ആദ്യം മുൻകൈയെടുത്തതായ ഒരു മനുഷ്യനാണ് അബ്രഹാം. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 11-ാം അധ്യായം, എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടുവെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് നാം ആദ്യം അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടുവെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് നാം വിശ്വസിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുമ്പോൾ ഒന്നാമതായിട്ട് തൻ്റെ അടുക്കൽ വരുന്നവൻ, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. പിന്നെ തന്നെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് നാം വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം കൂടാരമടിച്ച ആ സമയത്ത് അവിടെ ഒരു യാഗപീഠവും പണിയുവാൻ അവൻ മറന്നില്ല. ദൈവം തമ്പുരാൻ വിളിച്ചു, വേർതിരിച്ചു, ചോദ്യം ചെയ്യാതെ ഇറങ്ങി പുറപ്പെട്ടു. അതും അനുസരണയോടെ ഇറങ്ങിയപ്പോൾ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്ന ഉറപ്പ്, കാണാത്ത കാര്യം നിശ്ചയം, അത് മാത്രം കൈമുതലാക്കി ഇറങ്ങി തിരിച്ചതായ ആ മനുഷ്യൻ, ആ കുടുംബജീവിതം ദൈവത്തിന് പൂർണ്ണമായി അടിയറ വയ്ക്കുകയാണ്. സ്നേഹിത, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയാണുവെങ്കിൽ, ഒരു കുടുംബമാണുവെങ്കിൽ അവനെ ആരാധിപ്പാൻ നീ ശങ്കിക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ കുടുംബത്തെ മുഴുവനുമായി ദൈവത്തിനെ അടിയറ വയ്ക്കുകയാണുവെങ്കിൽ സ്തോത്രം, വിലമതിക്കാനാവാത്ത വലിയൊരു അനുഗ്രഹത്തിൻ്റെ സ്തോത്രം ഒരു വ്യക്തിയായി, ഒരു ഉടമസ്ഥനായി, ഒരു കുടുംബസ്ഥനായി നിന്നെ മാറ്റിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഇവിടെ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് നാം വിശ്വസിക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയത് അവൻ അറിയാം. ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 100 വയസ്സുള്ളതായ മനുഷ്യൻ, അബ്രഹാമിന് ദൈവം പറയുകയാണ്, നിനക്ക് സകലവും ഞാൻ ശാശ്വത അവകാശമായി തരാമെന്ന് പറഞ്ഞപ്പോൾ, ഇതൊക്കെ അനുഭവിപ്പാൻ എനിക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, നിന്റെ ഉദരത്തിൽ നിനക്കൊരു സന്തതിന് അവകാശമായി തീരുമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ആ വാക്ക് കേട്ടപ്പോൾ അബ്രഹാം വിശ്വസിച്ചു. സ്തോത്രം. അതിൻ്റെ 19-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വസിക്കാൻ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ വാഗ്ദത്തം ചെയ്ത പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ, അവൻ വാഗ്ദത്തം ചെയ്ത പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു അബ്രഹാം ദൈവത്തിൽ. സ്തോത്രം. എന്ന് പറയും, നിനക്ക് ഞാനൊരു സന്തതി തരും, നിനക്ക് ഞാൻ അവകാശം തരും. 100 വയസ്സ് കഴിഞ്ഞതായ മനുഷ്യൻ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വാസ്തവത്തിൽ
അതൊരു തടസ്സമായ ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് അത് അസാധ്യമായ ഒരു കാര്യമാണ്. എങ്കിലും അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. സംഭവിക്കും, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് വിശ്വസിച്ചു. സ്തോത്രം. 22-ാം വാക്യത്തിൽ നമ്മൾ പോകുമ്പോൾ, അതെ, അവന് കണക്കിട്ടു എന്നു എഴുതിയിരിക്കുന്നു. അതിന് 22 വായിക്കുമ്പോൾ, അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിനോട് പറഞ്ഞു, നിനക്കൊരു മകനെ തരും. പക്ഷെ 100 വയസ്സുള്ളതായ അബ്രഹാമിന് സംശയിക്കുവാൻ യാതൊരു വഴികളുമില്ല. കാരണം വിശ്വസ്തനായ ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവൻ വിശ്വസിച്ചു, അതവൻ നീതിയായി കണക്കിട്ടു. ആ നീതിയായി കണക്കിട്ടതായ ആ ദൈവം അബ്രഹാമിനോട് കൂടെ വീണ്ടും യാത്രയാവുകയാണ്. അവൻ്റെ കരം പിടിച്ചു യാത്രയാവുകയാണ്. അബ്രഹാം അവനോടൊപ്പം യാത്രയായി. സ്തോത്രം. അപ്പോൾ അനുസരണയോടെ ഇറങ്ങി തിരിച്ചപ്പോൾ വാഗ്ദത്തത്തിൻ്റെ അവകാശിയായി തീർത്തു. ദൈവത്തിൻ്റെ ഒരു സ്നേഹിൻ എന്ന് വിളിക്കപ്പെടുവാനിടയായി. വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. എബ്രായർക്ക് ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ വരുമ്പോൾ, അതിൻ്റെ 11-ാം അധ്യായം 13 നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിനന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടു, കർത്താവിനെ കണ്ടു, വിശ്വാസത്താൽ കണ്ടു. ഹല്ലേലൂയ. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് അവർ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. പ്രിയ ദൈവിക സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരാത്മീക തീർത്ഥാടകരായി ഈ ഭൂമിയിൽ അവർ അവിടെയും ഇവിടെയും അവർ നടന്നു. അവർ കൂടാരങ്ങൾ പാർത്തുവെങ്കിലും വിശ്വാസത്താൽ അവർ നീതീകരണം പ്രാപിക്കുവാനിടയായി തീർന്നു കഴിഞ്ഞു. സ്തോത്രം. ആകയാൽ നമുക്ക് വിശ്വാസത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം, തൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വാസത്തോടെ ആയിരിക്കണം നമ്മുടെ കൂട്ടായ്മ ആചരിക്കേണ്ടത്. അബ്രഹാമിനെ വിളിച്ച സന്ദർഭത്തിൽ എവിടേക്കാണ് എന്ന് ചോദ്യം ചെയ്യാതെ അനുസരണയോടെ അവൻ ഇറങ്ങി തിരിച്ചു. തനിക്ക് ലഭിച്ചതായ ആ സാഹചര്യങ്ങളിൽ, തനിക്ക് ലഭിച്ചതായ ഭൂമിയിൽ, തനിക്ക് ലഭിച്ചതായ കൂടാരങ്ങളിൽ അവൻ അവിടെ വിശ്വാസത്തോടെ പാർത്തു. അവിടെ ദൈവത്തെ ആരാധിപ്പാൻ ഒരു യാഗപീഠം പണിതു. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നീ ആയിരിക്കുന്ന ഭവനത്തിൽ, നിന്റെ കൂട്ടായ്മയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ നിന്റെ ജീവിതത്തിൽ, നിന്റെ കൂടാരത്തിൽ ഒരു യാഗപീഠം ഉണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നീ ചെയ്തിരിക്കണം. ശേഷം നിനക്ക് സകലവും തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന് നീ പൂർണ്ണമായി വിശ്വസിക്കുകയാണെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു വലിയ ദൈവം നിന്റെ ജീവിതത്തിൽ ഉണ്ട്. അക്കാര്യം നീ മറന്നു പോകരുത്. സ്തോത്രം. 100-ാമത്തെ വയസ്സിൽ അസാധ്യമായ കാര്യങ്ങൾ അത്ഭുതവാനായ ദൈവം ചെയ്തെടുത്തു. അവനായ ഒരു ദൈവം ഒരു പുത്രനെ നൽകുന്നു. അവൻ്റെ പേര് ഇസാക്ക് എന്നാണ്. ആ ഇസാക്ക് ജനിച്ച് 12 വയസ്സായപ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയും, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ മകനെ തന്നെ നീ എനിക്ക് യാഗമായി തരുവാൻ നീ മോറിയാമലയെ കൊണ്ടുവരണം. യാതൊരു ചോദ്യം ചെയ്യാതെ, തടസ്സം നിൽക്കാതെ അരുമനാഥന് വേണ്ടി സകലം കൊടുക്കുവാൻ തയ്യാറായി ആ മോറിയാമലയിൽ 12 വയസ്സുള്ളതായ മകനെ, ആ 112 വയസ്സുള്ളതായ അബ്രഹാം തൻ്റെ മകൻ്റെ കരം പിടിച്ചുകൊണ്ട് ആ മോറിയാമല കയറുമ്പോൾ മകൻ തൻ്റെ അപ്പനായ അബ്രഹാമിനോട് ചോദിക്കുന്ന, അപ്പാ, തീയുമുണ്ട്, വിറകുമുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ യാഗത്തിനുള്ള വസ്തു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറയുന്നത് ഇങ്ങനെയാണ്, മകനെ, ദൈവം നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ദൈവത്തോടൊപ്പം ആരാധിക്കുമ്പോൾ പ്രതീക്ഷിക്കാനാവാത്ത ചില നിമിത്തങ്ങൾ വന്നു ചേരുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സകലവും കരുതിക്കൊള്ളുമെന്ന്? അങ്ങനെയെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അബ്രഹാം തൻ്റെ മകനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രാണനെയാണ് കൊടുക്കുന്നത്. അതിലപ്പുറമായി അബ്രഹാമിന് ഒന്നുമില്ല കൊടുക്കുവാൻ. ദൈവത്തിൻ്റെ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൂട്ടായ്മ ആരാധനയിൽ
അവൻ്റെ കൂട്ടായ്മ ആചരിക്കുമ്പോൾ തൻ്റെ പ്രാണനെ കൊടുക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് മനസ്സുണ്ടുവെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവ് നിനക്ക് പുതുവഴികൾ തുറക്കുന്നവനാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്തോത്രം. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നീ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ദൈവത്തിലാണെങ്കിൽ അത് നീതിയായി കണക്കിടുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. സ്തോത്രം. ഒരു നീതിയായി കണക്കിടുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. നിന്റെ അന്തരങ്ങളെ അറിയുന്ന ദൈവം, നിന്റെ കുടുംബ ജീവിതത്തെ അറിയുന്ന ദൈവം, നിന്റെ ആരാധനയെ അറിയുന്ന കർത്താവ്, നിന്റെ കൂട്ടായ്മയെ അറിയുന്ന കർത്താവ് നിന്നെ നീതിയായി കണക്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. ചോദ്യം ചെയ്യാതെ അനുസരണയോടെ ദൈവനാമത്തിൽ ആരാധിപ്പാൻ, ദൈവ കൂട്ടായ്മ നിൽക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടുവെങ്കിൽ സ്തോത്രം, ശക്തനായ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കിക്കൊണ്ട് നിന്റെ കരമ്പിടി നടത്തുവാൻ, നിന്നെ വിശ്വാസത്താൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെ നിന്റെ കൂടെ ആയിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നീ നിൻ്റെ കുടുംബം മനസ്സ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവോ? തൻ്റെ ഭാര്യയായ സാറയും സ്തോത്രം യാതൊരു പിറുപിറുപ്പുമില്ലാതെ തൻ്റെ ഭർത്താവിനോടൊപ്പം യജമാനനെ എന്ന് വിളിച്ചുകൊണ്ട് യാത്രയാണ്. താൻ എവിടെല്ലാം ദൈവത്തെ ആരാധിക്കുമോ അവിടെയൊക്കെയും തൻ്റെ ഭാര്യ സാറായും തന്നോടൊപ്പം ആരാധനയിൽ യാതൊരു മടുപ്പുമില്ലാതെ തന്നോടൊപ്പം പറ്റിച്ചേർന്ന് നിൽക്കുവാൻ യാതൊരു വൈമനസ്യവും കാട്ടിയില്ല. സ്നേഹിത, നിൻ്റെ കുടുംബത്തിൽ നിനക്ക് നിൻ്റെ ഭാര്യയെ ചേർത്ത് കൊള്ളുവാൻ, സ്തോത്രം സഹോദരി നിൻ്റെ ഭർത്താവിനെ ചേർത്ത് കൊള്ളുവാൻ, നിങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കുടുംബ സമേതം ദൈവനാമത്തിന് വേണ്ടി അടിയറ വയ്ക്കുവാൻ, വില കൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്തതായ കാര്യങ്ങൾ അത്ഭുതകരമായി നടക്കുവാൻ പോവുകയാണ്. അബ്രഹാമിന് 100 വയസ്സായപ്പോൾ അസാധ്യമായ കാര്യങ്ങളിലൂടെ ഒരു മകനെ കൊടുക്കുവാൻ കഴിയുമെങ്കിൽ, സ്തോത്രം, അസാധ്യമായ കാര്യങ്ങളെ നിങ്ങൾക്കും ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അസാധ്യമായ കാര്യങ്ങൾ ഒരുപക്ഷെ ഈ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ പലരും ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രജയെ അല്ലെങ്കിൽ കുഞ്ഞിനെ ലഭിക്കാൻ കഴിയാത്തവരായിരിക്കാം. നിങ്ങളിന്നും പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കാം. നേർച്ചകൾ നേർത്തു കൊണ്ട് കഴിയുന്നവരായിരിക്കാം. ഒരുപക്ഷെ പരിഹാസത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നവരായിരിക്കാം നിങ്ങൾ. സ്നേഹിത, സഹോദര സഹോദരി, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അബ്രഹാമിൻ്റെ ദൈവം നിന്റെ ദൈവമാണ്. അബ്രഹാമിനെ പോലെ സ്തോത്രം നിനക്കും ഈ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും. വേദനകളെല്ലാം മാറ്റുക, തകർച്ചകളെല്ലാം മാറ്റിവെക്കുക. പരിഹാസത്തിലേക്ക് വീണ്ടും നീ പോകേണ്ട ആവശ്യമില്ല. അവരെ നോക്കേണ്ട ആവശ്യമില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. തീർച്ചയായും നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അവൻ അനുഗ്രഹിക്കും. വിശ്വസിക്കുക. പ്രശ്നങ്ങളുടെ മേൽ ഏത് പ്രശ്നവും വന്നിരുന്നാലും പ്രശ്നത്തിനേക്കാൾ വലിയവനായ കർത്താവ് നിൻ്റെ ജീവിതത്തിലുണ്ട്. അബ്രഹാമിനെ നടത്തിയവനായ ദൈവം നിന്നെ നടത്തുവാൻ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ കൂടാരത്തിൽ ഒരിക്കലും മാറ്റമില്ലാതെ ദൈവത്തെ ആരാധിപ്പാൻ ഒരു യാഗപീഠം പ്രാർത്ഥനയ്ക്കായി നീ ഒരുക്കുന്നുവെങ്കിൽ ഞാനും ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അബ്രഹാമിനെ പോലെ അനുസരണയോടെ ആയിരിക്കുന്ന ആ സ്ഥലം ലളിതമായൊരു ജീവൻ നയിച്ചുകൊണ്ട് ജീവിപ്പാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. അബ്രഹാമിൻ്റെ ദൈവമായ കർത്താവേ, ഈ കേട്ടുകൊണ്ടുനായതിൻ്റെ കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത മാതാപിതാക്കൾക്കായി സ്തോത്രം. വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവിടെ ആഗ്രഹം എന്താണ്, അവിടെ വിഷയം എന്താണ്, നീ 100% അവിടെ വിഷയത്തിന്മേൽ കരം വെച്ച് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കുടുംബസമയം ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ കൂട്ടായ്മയിലായിരിക്കുവാൻ ഈ വ്യക്തികളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നീ അവരെ നടത്തിയെങ്കിൽ ഇനി നടത്തുവാൻ കഴിവുള്ളവരാണ്. പ്രാർത്ഥനകടനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണം നല്ല ദൈവമേ. ആമേൻ.